തങ്കമ്മ നമസ്കാരം. നമസ്കാരം. നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ആവുന്നുണ്ടല്ലേ പരിചയപ്പെട്ടത്? 4 വർഷമായി പരിചയപ്പെട്ടത്. അതെ. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്താണ്. ഒരു ഡിപ്രഷനിലായിരുന്നപ്പോഴാണ് നമ്മള് വീഡിയോ കാണാൻ പറ്റിയതും അങ്ങനെ പിന്നെ പരിചയപ്പെടുന്നതും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ മരിച്ചുപോയ ആത്മാവിനെ സംബന്ധിച്ച്. നമ്മുടെ ഈ ചർച്ചിന്റെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ആശങ്കകളുണ്ടായിരുന്നു. അതെ, ഒരുപാട് പേടിയുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് സ്വർഗത്തിൽ പോയോ അല്ലെ വിശുദ്ധീകരണ സ്ഥലത്താണോ, അങ്ങനെ കുറെ പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പഠിച്ചു, മെഡിറ്റേറ്റ് ചെയ്ത് ഒരുപാട്. അങ്ങനെ സത്യം അറിഞ്ഞു. ആ സത്യം അറിഞ്ഞ ഫ്രീഡത്തിലോട്ട് ഇട്ടു. ഫ്രീ ആയി. അപ്പൊ ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞ ആ ഫ്രീഡം ലൈഫിനകത്ത് ജീവിക്കുവാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ട്രാൻസിഷൻ, ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഈ ഒരു സത്യത്തിന്റെ പാതയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നത് എന്നിലൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ. ഓക്കെ, പിന്നെ ചെറുപ്പത്തിലെ തന്നെ പലരോടും ഈ അച്ഛന്മാരോട് പോലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, പിന്നെ നമുക്ക് എന്തുകൊണ്ട് പാപം ചെയ്തു കൂടാ? ഞാൻ നേരിട്ട് ഒരു അച്ഛനോട് ചോദിച്ചിട്ടുമുണ്ട് ഈ കാര്യം. നമ്മള് പാപിയാണെങ്കിലും കർത്താവ് പാപം ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് പിന്നെ പാപം ചെയ്താൽ എന്താ കുഴപ്പമുള്ളേ? അന്ന് അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചു വിട്ടു, ഒന്നും പറഞ്ഞില്ല എന്നോട്. പക്ഷെ അച്ഛൻ്റെ കാര്യം അറിയാമായിരുന്നു, ഇവളെന്തൊക്കെയോ ഇവളിലുണ്ട് എന്നുള്ളത് പുള്ളിക്ക് അറിയാമെന്ന് ഒന്ന് തന്നെ. ആ അച്ഛനൊന്നും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ നല്ലൊരു സുഹൃത്തുമാണ് ആ അച്ഛൻ. ഒരു സ്പാർക്ക് എന്നിൽ ഉണ്ടായിരുന്നു. അത് മെല്ലെ 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 വളർന്നു. അപ്പൊ ആ ഒരു പാത്ത് എങ്ങനെയാണെന്ന് പറയാമോ? ഒരു ജസ്റ്റ് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിലും ആ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ പറയാമോ? എങ്ങനെയാണ് ആ ഒരു സത്യത്തെ അറിയാനായിട്ട് തുടങ്ങിയത്? ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നൊക്കെയുള്ള ആ ഒരു ചെറിയൊരു പാത്ത്. ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഒരുപാട് പ്രാർത്ഥിക്കും. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യത്തിന് കുറേ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയുന്ന വിശ്വാസത്തിലും ആ ഒരു വഴിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഡൗട്ട്, ഈ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ലേ? എൻ്റെ കണ്ണുനീരൊന്നും ദൈവം കാണുന്നില്ലേ? അപ്പം ഇങ്ങനെ കുറേ ചിന്തകൾ മനസ്സിൽ വന്നിരുന്നു. പിന്നെ കുറേ വീഡിയോസും അതുതെല്ലാം കേട്ടപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടായി. അങ്ങനെ ഒരു വീഡിയോ കണ്ടു. പിന്നെ അവിടെ കുറച്ച് മെഡിറ്റേഷൻ ആയിട്ട് ചെയ്തു. അങ്ങനെ മെഡിറ്റേഷൻ്റെ ഒരു പാത്ത് ഞാൻ മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളിലോട്ട് ഇറങ്ങിയാലേ നമുക്ക് വേണ്ടത് കിട്ടുള്ളൂ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ മെഡിറ്റേഷൻ്റെ വഴിയിലൂടെ വന്നു. മെഡിറ്റേഷനാണ് എന്നെ ഞാനാക്കിയത്. അപ്പോൾ മെഡിറ്റേഷനിലൂടെയാണ് ആ എൻട്രി കിട്ടിയത്? മെഡിറ്റേഷനിലൂടെയാണ് എനിക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് എൻട്രി കിട്ടിയെങ്കിലും എത്ര നാളെടുത്തു ഇന്ന് എത്തിയിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനായിട്ട്? കുറേ വർഷങ്ങളെടുത്തു സത്യം പറയുകയാണെങ്കിൽ. ഈ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ എത്തിയത് കുറേ വർഷങ്ങളെടുത്തു. കാരണം മെഡിറ്റേഷൻ വരെയുള്ളത് കുറേ എക്സ്പീരിയൻസസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ഞാൻ എന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു ഫ്രീഡം അതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് ടൈം എടുത്തു, ഒത്തിരി ടൈം എടുത്തു. അപ്പം അത് ആ ടൈം എന്ന് പറയുന്നത്, പക്ഷെ നമ്മളെ നയിച്ചു കൊണ്ടുപോകാൻ ഒരാളുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഗുരു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒത്തിരി വൈകിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ടൈം എടുത്തത്. യെസ്, ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളത് ആ ബോധം വന്നപ്പോൾ അതിന് സമയം. ഓക്കെ, അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ ഈ ഇന്റർവ്യൂ കേൾക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ സംശയങ്ങളുണ്ടാകും. പേടി, മനുഷ്യനുണ്ടാകുന്ന പേടി. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ, ഈ പേടി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഗുരുവിനെ അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നു. ആ പേടിയെല്ലാം മാറി. എൻ്റെ ആ തിരിച്ചറിയിലൂടെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ആ പേടിയൊക്കെ മാറി. അപ്പം എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ നിങ്ങളുടെ ലൈഫിൽ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, അത് മാറണമെങ്കിൽ നിങ്ങൾ വെറുതെ കുത്തിയിരുന്ന് കണ്ണടിച്ച് വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങളിലോട്ട് ഇറങ്ങണം. ഈ പ്രാർത്ഥന ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ്. അതിനൊന്നും എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ജപമാലയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ആരാധന ക്രമത്തിനകത്തുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒക്കെ ശരിയാണ്. ഒരു സർട്ടൺ ലെവൽ വരെ ഇത് ശരിയാണ്. നിങ്ങളുടെ വിശ്വാസം തന്നെ പൊറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ അത് മൈൻഡാണ് അത് ഏറ്റെടുക്കുന്നത്. ജസ്റ്റ് മൈൻഡിൽ മാത്രം എത്തുന്നുള്ളത്. മൈൻഡിൽ എത്തുന്നുള്ളൂ. അത് നമ്മുടെ ഗുരു കേൾക്കുന്നില്ല. മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ആ മൈൻഡ് അത് വാതിലങ്ങോട്ട് അടയ്ക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ഇൻസൈഡ്. അതാണ് ഈ പ്രാർത്ഥനയും ഈ ജപമാലയും ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്.
അത് മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി, ഇതൊക്കെ ചെയ്ത് മനസ്സിന്റെ കഴിയുമ്പോൾ സംതൃപ്തി മാത്രമേ ഉള്ളൂ, മനസ്സിന്റെ സംതൃപ്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ആത്മബോധത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തുടർന്നിട്ട് പോലും. ആത്മബോധത്തിലോട്ട് വരുമ്പോൾ ഞാൻ ആരാണെന്ന് ആദ്യം നമ്മൾ അറിയുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം ആരാണെന്ന് നമ്മൾ അറിയും. ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീയും ഒന്നായി. ആ വണ്ണസിലാണ് ഈ ഗുരു വെളിപ്പെടുന്നതും. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവം ആരാണെന്ന് അറിയാം. ദൈവം ആരാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഈക്വലായിട്ട് താമസിക്കും. പിതാവും പിന്നെ പുത്രനും ഒന്നാണെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ആ ഒരു ഫ്രീഡം, ആ സ്വാതന്ത്ര്യം. അപ്പോ ഇപ്പോ തങ്കം കുറച്ച് നാളുകൊണ്ട്, എനിക്ക് തോന്നുന്നു 6-7 മാസം കൊണ്ട് എല്ലാ ദിവസവും ഡെയിലി മന്ന എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് ഓൾമോസ്റ്റ് വർഷമായി ഞാൻ ഡെയിലി മന്ന എന്ന് പറയുന്ന ഒരു ഇത് എഴുതുന്നുണ്ട്. എല്ലാവർക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോഴൊക്കെ അതിനകത്ത് ഒരു ബൈബിൾ വാക്യം കൂടെ കാണാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ബൈബിൾ വായിച്ച് ദൈവത്തെ കണ്ടെത്തിയതാണോ? ദൈവത്തെ കണ്ടെത്തിയതിന് ശേഷം ബൈബിൾ മനസ്സിലായത്? ദൈവത്തെ കണ്ടെത്തിയതിന് ശേഷം ബൈബിൾ എന്നിലൂടെ തുറക്കുകയാണ് ചെയ്തത്. ബൈബിള് ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ചേ വായിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് എനിക്ക് അറിയത്തുള്ളൂ. ബൈബിള് എന്നിലോട്ട് വരിക ചെയ്തത്, എന്നിലോട്ട് വന്നിട്ട് എന്നിലൂടെ തുറക്കുക ചെയ്തത്. അപ്പൊ അതാണ് ഞാൻ മന്നയായിട്ട് കൊടുക്കുന്നത്. അതായത് ഒരിക്കലും ബൈബിളിലൂടെ ദൈവത്തെ ഇല്ല. ബൈബിള് ഞാൻ എനിക്ക് തോന്നുന്നു വായിച്ചിട്ട് 6 മാസം എനിക്ക് തോന്നുന്നത് ബൈബിൾ വായിച്ചിട്ട്. അപ്പൊ ബൈബിൾ വായിച്ച് അതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തെ അറിയുകയല്ല, മറിച്ച് ദൈവത്തെ നമ്മൾ ആത്മബോധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ് ബൈബിളിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്മബോധത്തിൽ നിന്ന് ബൈബിളിനെ വീക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഇൻസൈറ്റ് മറ്റൊന്നാണ് അല്ലേ? അപ്പൊ അതാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എൻ്റെ ലൈഫ് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതമാണ്. സ്പിരിച്വാലിറ്റി ഞാനും രണ്ടല്ല, ഒന്നാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ബൈബിൾ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു പോയിന്റർ മാത്രമാണ്. നമ്മളെ ഇപ്പം എന്താ പറയുക, ചന്ദ്രനിലോട്ടല്ല പിന്നെ സൂര്യനിലോട്ടോ നമ്മൾ പോയിന്റ് ചെയ്യുന്ന ഒരു ഫിംഗർ മാത്രമാണ് ബൈബിള്. ആ ബൈബിള് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ശരിക്കും അതിന് ഇതാവുന്നത്. അപ്പൊ ഇങ്ങനെ പറയാം, അതായത് മത്തായിയുടെ, മർക്കൂസിന്റെ, ലൂക്കോസിന്റെ, യോഹന്നാന്റെ, പൗലൂസിന്റെ ആത്മബോധത്തിൽ നിന്ന് അവർ കണ്ട കാര്യങ്ങളാണ് അത് അവരെഴുതിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആയിട്ടല്ല അവർ എഴുതിയിരിക്കുന്നത്. അവര് 2 തരത്തിൽ എഴുതിയിട്ടുണ്ട്. 2 തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ എഴുതിയത്. കാരണം ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പുകാർക്ക് അവർക്കും പറ്റും, അല്ലാതെ സാധാരണ ജനങ്ങൾക്കും പറ്റും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ അവർ ഈ മെഡിറ്റേറ്റ് ചെയ്തിട്ടല്ല അവർക്ക് കിട്ടുന്നത്. അവരത് വായിക്കുമ്പോൾ അവരത് അതേപടി വിശ്വസിക്കുന്നു. അപ്പൊ അവർക്ക് ആ തലത്തിലും പോകാം, പക്ഷെ ഈ വിൽ നോട്ട് ഗെറ്റ് ഫ്രൂട്ട്. അതിന്റെ ഫ്രൂട്ട് കിട്ടിയല്ല. അതൊരു മാനസിക നിലയിൽ നിന്നുകൊണ്ടുള്ള ബൈബിൾ 2 തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്പിരിച്വലി നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ, ഉള്ളിലോട്ട് പോകുമ്പോൾ, നമ്മുടെ ഗുരുവിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ ബൈബിള് തന്നെ നമ്മളായി മാറുകയാണ്. അതാണ് ഇപ്പൊ എൻ്റെ അനുഭവം. ബൈബിള് വായിച്ചിട്ടല്ല ഞാൻ ഓരോന്ന് എഴുതുന്നത്. എനിക്ക് ഓരോ വേർഡ്സും അതിന്റെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് തന്നെ എന്നിലൂടെ വരികയാണത്. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ യേശുവിനെ അറിയേണ്ട ആവശ്യമില്ല. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം പോലെ നമ്മളായി മാറുവാണ്. ഈ കാലഘട്ടത്തിലെ ജീസസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ബൈബിളിലെ ഒരു ജീവിക്കുന്ന ഒരു കോപ്പിയായിട്ട് നമ്മൾ മാറുവാണ്. ബൈബിളിലെ ജീവിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ക്രൈസ്റ്റ് നമ്മളിൽ ഉള്ളിൽ തന്നെയാണ്. ആ ക്രൈസ്റ്റാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പം പറഞ്ഞാൽ ഞാൻ മറ്റൊരാളായിട്ടല്ല ഞാൻ എടുക്കുന്നത്. ക്രൈസ്റ്റ് നമ്മളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. ദാറ്റ്സ് ഓൾ. അതാണ് എൻ്റെ വ്യൂസ്. ഞാൻ പറഞ്ഞ പോയിന്റിനകത്ത് ആ വാക്കുകൾ കൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ചോദിച്ചത് യേശുവിനെ കുറിച്ചാണ്, തങ്കമ്മ പറഞ്ഞത് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. ഇത് ആൾക്കാർക്ക് ഇന്നൊരു തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തു വെളിപ്പെട്ട് നിന്നപ്പോ ആ ദൈവിക ഭാവങ്ങൾ യേശുവിൽ കാണാൻ പറ്റി. ഇന്ന് തങ്കം എന്ന് പറയുന്ന വ്യക്തിക്കകത്ത് ഈ ക്രൈസ്റ്റ് റിവീലായപ്പോ നിങ്ങളിലൂടെ ദൈവിക അംശങ്ങൾ, ദൈവികമായിട്ടുള്ള പ്രബോധനങ്ങൾ അത് വെളിയിൽ വരണം. എനിക്ക് അങ്ങനെ പറയാം, പക്ഷെ അതൊരു ഈഗോ ആയിട്ട് എടുക്കരുത്. അങ്ങനെ പറയുമ്പോൾ അതൊരു ഒരിക്കലും ഒരു ഈഗോ ആയിട്ട് എടുക്കരുത്. ഞാനത് അറിയുന്നു, ഓക്കെ. പക്ഷെ എനിക്കത് മറ്റുള്ളവരോട് പറയുമ്പോൾ ആ ഒരു ലെവലിൽ വേണ്ട എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതൊരിക്കലും യേശു പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റത്തില്ല. ആ ഒരു നമ്മൾ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെന്താണ് അറിഞ്ഞത്, ജീസസ് അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് പോകുന്ന ജീസസ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ എന്നെ പൂജിക്കാനല്ല പറഞ്ഞത്. അവിടെ എന്നെ എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ക്രൈസ്റ്റിനെയാണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു പദമാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഉള്ളിലുള്ള ആ ആത്മീക ചൈതന്യം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഗുരുവിനെ വിളിക്കുന്നു, പിതാവെന്ന് വിളിക്കുന്നു, അല്ലെ അയാം എന്ന് വിളിക്കുന്നു. ഇതൊക്കെ സെയിം തന്നെയാണ്.
അതാണ് നമ്മുടെ റിയൽ ഗുരു. ആ ഗുരുവിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ ഗുരുവിൽ എത്തിച്ചേർന്നാലേ നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടുള്ളൂ. അതപ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് അവിടെ ഒരു നിൽക്കുള്ളത്. നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിയാലേ അതിന് പറ്റത്തുള്ളൂ. ഈ ഒരു മെഡിറ്റേഷൻ തുടങ്ങി ഈ ഒരു റിയലൈസേഷനിലേക്ക് എത്താനായിട്ട് ഒരു അല്പകാലം എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ബൈബിളിൽ തന്നെ ജീസസും പറഞ്ഞിരിക്കുന്നു, ഈ ഒരു മാർഗം എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞതാണ്, ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. എന്തായിരുന്നു തങ്കത്തിന്റെ ഒരു എക്സ്പീരിയൻസ്? ലൈഫിൽ നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ തന്നെ. നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് നമ്മുടെ കുരിശ്. കർത്താവ് കുരിശെ തൂങ്ങിയെന്ന് പറഞ്ഞ കുരിശിൽ അനുഭവിച്ചപ്പോൾ അവിടെ ഗുഡ് ഫ്രൈഡേ തൊട്ടൊരു റിസറക്ഷൻ വരെയുള്ള 3 days പറയുന്നുണ്ട് നമ്മുടെ ബൈബിളിൽ. പക്ഷെ ഈ ഒരു പീരീഡ് ഒരു 3 days അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച ഓരോരോ കാര്യങ്ങളും നമ്മൾ എന്ന് റിയലൈസേഷൻ ആവുന്നോ ആ ടൈം വരെയുള്ള ഒരു പീരീഡാണ് ദീസ് 3 days. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ദിവസം ഗുഡ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്നാണോ ഈ റിയലൈസ് എൻ്റെ ഒരു സ്പാർക്ക് തുടങ്ങിയത് അന്ന് തൊട്ട് ഞാൻ എന്ന് റിയലൈസ് ചെയ്തോ ആ ടൈം പീരീഡ് ആണ് എൻ്റെ 3 days. അപ്പൊ ആ ഒരു ലൈഫ് സ്പാനിനകത്ത് ഈ ഒരു ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ആത്മീക ഒരു ഉദ്ബോധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കഷ്ടപ്പാടുകൾ, എതിർപ്പുകൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഇതൊക്കെയാണ് ആ കഷ്ടപ്പാടിന് പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഗുഡ് ഫ്രൈഡേ, ഗുഡ് സാറ്റർഡേ ഒക്കെ നമ്മൾ പറയുന്നത്. അതൊക്കെയാണത്. ഇതിനൊക്കെ തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തിരിച്ചറിയുകയാണെങ്കിൽ ഈ ബൈബിൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും അതേ വഴി നമുക്ക് ജീവിക്കാൻ നമ്മളെ എന്താ പറയുക ഫ്രീഡത്തിലോട്ട് നയിക്കുകയും ചെയ്യും. നമ്മൾ തിരിച്ചറിയാത്തോണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന ഉയർപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു റിസറക്ഷന്റെ ലൈഫിനകത്തുള്ള ജോയ് ആകട്ടെ, പീസ് ആകട്ടെ, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഒരു മാനുഷിക നിലയിൽ നിന്ന് ഇപ്പൊ മറ്റൊരു നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് നല്ലപോലെ പേടി ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേടി എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു. ആ പേടി മാറി. ഓക്കെ, നമ്പർ 1 ഈസ് ദാറ്റ്. പിന്നെ ടെൻഷനും മറ്റുള്ള കാര്യങ്ങളും അതൊക്കെ മാറി. ഇപ്പോൾ ഒരുപാട് ഓക്കെ മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്. അതൊന്നും കഴിഞ്ഞ് മാറി പോയിട്ടില്ല. ബട്ട് അതിനെ ആ ടെൻഷനെ നല്ല രീതിയിൽ കാണാനും നല്ല രീതിയിൽ എടുക്കാനും അതിനെ ഓവർകം ചെയ്യാനും പറ്റുന്നുണ്ട്. അതായത് ഇളകി മറിയുന്ന കടലും ചുഴലിക്കാറ്റിന്റെ മീതെ കൂടെ നമുക്കിപ്പോ നടക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് കർത്താവ് അന്ന് ആ ചുഴലിക്കാറ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. യെസ്, അതിന്റെ മുകളിലൂടെ സക്സസ് ആയിട്ട് നടക്കാൻ, വെള്ളത്തിന്റെ മേലെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഈ ഒരു ലൈഫ് ജേണി തുടങ്ങുന്ന സമയത്ത് ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേര് എതിർത്തില്ലേ? ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. ഒരുപാട്, കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇത് ക്രിസ്ത്യൻസ് അല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരുന്നു. അതിനോടുകൂടി ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പലർക്കും അതിനുള്ള എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും വകവച്ചില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവാം, കാറ്റും ഗോളും എല്ലാം ഉണ്ടാവാം. പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതായത് മനുഷ്യൻ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്ന മതത്തിന്റെ ഡോക്ടറിൻസോ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോ മതത്തിൻ്റെതായിട്ടുള്ള ഒരു റിച്വൽസിനെയും ദൈവാത്മാവ് നയിക്കുമ്പോൾ നമ്മൾ പിൻപറ്റേണ്ട ആവശ്യമില്ല. ഞാൻ റിലീജിയനെ അത് അതിന്റെ സ്ഥാനത്ത് എനിക്ക് ഈ പ്രിഫറൻസ് അവരുടെ റിലീജിയനാണ് നിന്നോട്ടെ, അത് എന്നെ ബാധിക്കുന്നില്ല. ഞാൻ എന്റെ കാര്യം മാത്രമേ പോയിന്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി. ഓരോരുത്തർ ഓരോരോ സ്ഥാനത്തുണ്ട്. ഞാൻ പേഴ്സണലി ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമ്മളിപ്പോ സംസാരിക്കുന്നത് വ്യക്തിത്വപരമായിട്ടാണ് ഞാൻ പറയുന്നത്. മലയാളം ഒരുപക്ഷെ കുറെ കുഴപ്പമാണെങ്കിലും ഒക്കെ പ്ലീസ് ഇങ്ങനെ. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും താത്തണമെന്നോ കൂട്ടണമെന്നോ പറിക്കണമെന്നോ ഇല്ല. ഞാനിവിടെ പറയുന്നത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് മാത്രമാണ്. ഓക്കെ, അപ്പം പ്രതിസന്ധികൾ ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോഴും അല്ലെ മകൻ, അവർ ആ 2 വ്യക്തികളും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ട് എനിക്ക് വഴി മുമ്പോട്ട് പോകാൻ. ഹസ്ബൻഡ് മരിച്ചു 3-4 വർഷമായി ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മകനുണ്ടല്ലോ, അവനാണ് എൻ്റെ റിയൽ പ്രചോദനം. ഒരിക്കലും അവനെന്നെ തളർത്താറില്ല, തട്ടാറില്ല. സോ ബിക്കോസ് ഓഫ് ഹിം ഐ കുഡ് ഡു എവറിത്തിങ് ഫ്രീലി. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ വന്ന് നിൽക്കുവാണ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് മറ്റു ഘടകങ്ങളൊന്നും എർത്തിലുള്ള മറ്റുള്ള ഘടകങ്ങളൊന്നും നമ്മളിപ്പോൾ സ്വാധീനിക്കുന്നില്ല. ഇല്ല, ബിക്കോസ് എനിക്ക് അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു റിലീജിയസ് പേഴ്സൺ ആയാലും ഇപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണെങ്കിലും എനിക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഒരുപോലെ പറ്റും. കാരണം റിലീജിയസ് ആണെങ്കിലും സ്പിരിച്വൽ ആണെന്നുള്ള ആ ഒരു തന്നെ മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തിയിട്ടില്ല. അത് ആ ഒരു എന്താ പറയുക സമത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ. അതായത് നമ്മൾ ആത്മീയ സന്തോഷം അനുഭവിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളെയൊക്കെ ഈ ഒരു സമസൃഷ്ടികൾ എന്നുള്ള നിലയിൽ
അവരായിരിക്കുന്ന നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജീവിതമാണ് എൻ്റെ സാക്ഷി എന്ന്. സോ ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. പലയിടത്തും ഞാൻ പോകുന്നുണ്ട്, പല വീട്ടിൽ പോകുന്നുണ്ട്, പലരെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരോട് കൂടെ തന്നെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, അവരോട് കൂടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്വീകരിക്കുക. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. ഓക്കെ, ഇപ്പോൾ ഈ അറിഞ്ഞ ഈ ഒരു സത്യത്തെ അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഈ ഒരു പാത്തിനെ എത്ര പേരിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇമ്പാക്റ്റ് കുറേ പേരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. കാരണം എൻ്റെ ഈ ഡെയിലി മനയിൽ കൂടി എനിക്ക് കുറേ ആൾക്കാരിൽ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഹിന്ദുക്കൾക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻസിന് മാത്രം അങ്ങനെ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കുറവുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. എൻ്റെ പേഴ്സണൽ ഇതാണ്, കിട്ടുന്നുണ്ട്. അപ്പം മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഡെയിലി മനയിൽ കൂടെ എനിക്കിപ്പോൾ അങ്ങനെ കുറച്ച് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നയിക്കുകയാണെങ്കിൽ എന്നെ ആ വഴിക്ക് നയിക്കുന്നുണ്ട്, സെർട്ടൻലി നയിക്കുന്നുണ്ട്. അങ്ങനെ നയിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഇതായിരിക്കാം. അപ്പോൾ യേശു പറഞ്ഞ വഴി അല്ലെങ്കിൽ മാർഗം, ആ സത്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ്റെ വഴിയാണ്. മെഡിറ്റേഷൻ വഴിയാണ്. അത് തന്നെയാണല്ലോ ജീസസ് ചെയ്തത്. അത് തന്നെയാണല്ലോ ജീസസ് മലമുകളിൽ പോയി കയറിയിരുന്നത്. എന്തായിരുന്നു ചെയ്തത്? അത് ഹി വാസ് ഡൂയിങ് ദ മെഡിറ്റേഷൻ ഓൺലി. അപ്പോൾ ശരിക്കും ആ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഡിറ്റേഷൻ്റെ വഴി നമ്മൾ മെഡിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ കാര്യമല്ല. ഇല്ല, അത് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് നമ്മൾ നമ്മളെ മൈൻഡിനെ പ്ലീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു സൈലൻസിലോട്ട് നമുക്ക് വരാൻ സാധിക്കില്ല. അതിന് ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ മെഡിറ്റേഷനിലൂടെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതിനെ കോൺടാക്ട് ചെയ്യാം. Absolutely. ത്രൂ ഫോൺ. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഇപ്പൊ ലീഡ് ചെയ്യുന്നുണ്ട്. യെസ്, ഞാൻ ഒരുപാട് പിള്ളേരെ ചെയ്യുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, അതിനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ കൽക്കട്ടയിലാണ് താമസിക്കുന്നതുകൊണ്ട് അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് ഒരുപാട് പ്രോബ്ലങ്ങളിലും പ്രശ്നങ്ങളും കഴിയുന്നവരാണൊക്കെ. അപ്പോൾ അവർ കേട്ട് പറഞ്ഞ് കണ്ടൊക്കെ വരാറുണ്ട് എൻ്റെ അടുത്ത്. പേഴ്സണലി അവരോട് സംസാരിക്കാറുണ്ട്, അവരുടെ പ്രോബ്ലങ്ങൾ മാറ്റി അവർ വിടാറുണ്ട്. അപ്പം ജീസസും ജനിച്ചത് ഒരു യഹൂദ കുടുംബത്തിനകത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് യഹൂദനെന്ന് തന്നെയാണ് ബൈബിളിനകത്ത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, ഈവൻ ദോ ഹി ഈസ് എ സ്പിരിച്വൽ പേഴ്സൺ. സോ അതുപോലെ നമ്മളും ജനിച്ചൊരു ക്രിസ്തീയ മതത്തിൻ്റെ പാരമ്പര്യത്തിനകത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയൊരു ബേർഡൻ അല്ലെങ്കിൽ വലിയൊരു തീക്ഷ്ണമായ ആഗ്രഹമുണ്ട്. നമ്മുടെ കോ ബ്രദേഴ്സ് ഈ ഒരു സത്യത്തെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അത് ആസ്വദിക്കുകയും വേണം. നമ്മുടെ മനസ്സിലാക്കുക അത് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യം നമ്മൾ ഒരാൾക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരോട് ഇപ്പൊ പകലാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോൾ അവരോട് പറയാം ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർ രാത്രിയാണെന്ന് തന്നെ പറയുള്ളൂ. അതിന് കണ്ണ് തുറന്ന് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇറ്റ്സ് നോട്ട് സോ ഈസി ഓൾസോ മനസ്സിലാക്കണമെങ്കിൽ. അപ്പം തീർച്ചയായിട്ടും അവിടെ കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യേണ്ടതില്ലേ? ഇപ്പൊ ജീസസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കുരുട് പിടിച്ച ആൾക്കാർക്ക് ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചില വ്യക്തികളുടെ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റി. നമുക്കപ്പോൾ ഒരു ധാർമ്മികതയില്ലേ ഈ കുരുട് പിടിച്ചിരിക്കുന്ന അന്ധത പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ കുരുട് മാറ്റി? അപ്പോ സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ചോദിക്കും, നിനക്കൊന്നും വേറെ ജോലിയില്ലേ? ചോദിക്കട്ടെ. അവർ ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടാൽ മതി. കാരണം they don't know anything about it. അവരറിയത്തില്ലാത്ത കാര്യങ്ങളെ പറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്യും. Okay, fine. If they wanted to ask me anything about my, let them ask me. I can tell them. ജീസസ് പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ജീസസ് ആ മതവക്താക്കളെ നോക്കിയിട്ട് പറയുവാണ്, നിങ്ങൾ കുരുടന്മാരായ നിങ്ങൾ അന്ധരെ വഴികാട്ടുന്നു. അപ്പോൾ ഒരു ഡെയിലി മന്നയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആ ഒരു കാര്യത്തെ നമുക്ക് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്താണോ ദൈവം ക്രൈസ്റ്റ് തരുന്നത്, എന്താണോ പരിശുദ്ധാത്മാവ് എന്നിൽ ഇട്ട് തരുന്നത്, അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. മന്നയായിട്ട് കൊടുക്കുന്നത്, ഓരോ ദിവസം കൊടുക്കുന്നത് തന്നെയാണ്. ഞാൻ എന്നത് സ്റ്റാർട്ട് ചെയ്തോ ഇന്ന് ദിവസം വരെ അതെനിക്ക് സ്റ്റോപ്പ് ആയിട്ടില്ല. ആ ഒരു ഡെയിലി മന്ന അന്നത്തെ അപ്പം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന അപ്പം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെ കുറെ ആൾക്കാരുടെ എങ്കിലും അന്ധത മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പലരും അത് പറഞ്ഞില്ലെങ്കിലും പറയാതെ പറയുന്നുണ്ട് പലരും. ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അത് പലരിലും ഇങ്ങനെ ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് തങ്കത്തിന്റെ മുന്നോട്ടുള്ള ഒരു എയിമെന്നോ ദൈവം നൽകിയിരിക്കുന്ന ചില വിഷൻസ്? എന്നെ നയിക്കുന്നു. ഓരോ സ്ഥലത്തോട്ടും ഞാൻ അറിയാതെ തന്നെ എന്നെ കൊണ്ടുപോകുന്നു. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചല്ല. ഒരിക്കൽ പോലും അങ്ങനെ ഒരു എന്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് ഇതാകുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ഇവിടെ എത്തിച്ചില്ല. സോ ലൈക്ക് ദാറ്റ് ഹി ഈസ് ടേക്കിംഗ് മീ. I can only say that. I don't know tomorrow where I will be. No idea.
but he is taking it. Okay. But I trust in that. Okay. ഇത് തന്നെയാണ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിലായ ഒരു വ്യക്തി അവൻ എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല, അവൻ ആത്മാവ് ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുക. yes. സോ ഒരിക്കലും നമുക്ക് ഒരു ആസ് എ പേഴ്സൺ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് പേഴ്സണലി ഒരു ഞാൻ അങ്ങനെ എടുത്താൽ പോലും അത് മാറി മറിഞ്ഞു പോകും. വേറെ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകും. നമ്മളിങ്ങനെ ലീഡ് ചെയ്ത് ആ സ്പിരിറ്റ് നമ്മളിങ്ങനെ ലീഡ് ചെയ്ത് പോകും. എങ്ങോട്ടാ കൊണ്ടുപോയി നമുക്കറിയത്തില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പൊ ഇനി എന്താ ഇത്തരത്തിൽ സത്യാന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ചില ആൾക്കാർ ആകാംക്ഷയോടെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, ഏത് രീതിയിൽ പോകണം, എനിക്ക് ശരിക്കും സത്യത്തെ അറിയണമെന്ന് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന വ്യക്തികളോട് എന്താ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ നമുക്കൊരു പുഷ് ആവശ്യമുണ്ട്. അതിൽ ഈ മെഡിറ്റേറ്റ് ചെയ്ത ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുകയോ അവര് പറയുന്നത് കുറച്ചൊക്കെ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ മെഡിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വിത്തൗട്ട് മെഡിറ്റേഷൻ ഒരാൾക്ക് ജീസസിനെ കണ്ടെത്താൻ പറ്റില്ല. ജീസസ് ആരാണെന്ന് മനസ്സിലാവില്ല, പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാവില്ല, പിതാവ് ആരാണെന്ന് മനസ്സിലാവില്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അങ്ങോട്ട് തന്നെ തിരിയണം. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു വാതിലിലൂടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ആ സ്വയം ബോധത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഓരോ ദിവസവും ഒരു ഗൈഡൻസ് ഗൈഡൻസ് വേണം. എവറി ഡേ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മേ ബി ഹാഫ് ആൻ അവർ, ദെൻ 1 hour 2 hours 3 hours ഇങ്ങനെ. പിന്നെ അത് നമ്മൾ നയിച്ചോളും. നമ്മൾ വൺസ് നമ്മുടെ മൈൻഡ് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മൈൻഡ് നമ്മളൊരു ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ മൈൻഡുകൾ മാറി നിന്നോളും. പിന്നെ നമുക്കവിടെ കിട്ടും എന്താണ് നമുക്ക് പോകേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കവിടെ കിട്ടിക്കഴിയും. അത് അതിനുള്ളൊരു ഗൈഡൻസ് നമുക്ക് വേണം. വിത്തൗട്ട് ഗൈഡൻസ് നമ്മൾ വെറുതെ കണ്ണടച്ചിരിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. So there should be a person to guide you. There should be a person to guide you. Initially. Once അവർ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ after that there is no problem. അപ്പോൾ ഈ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിലേറെ ഈ ഒരു ആത്മീയ പാതയിലൂടെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ സഞ്ചരിക്കുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം ഇടയ്ക്ക് നമ്മളൊന്ന് സൂചിപ്പിക്കുകയുണ്ടായിട്ട് ഒരു ക്രിയായോഗയുടെ അല്ലെങ്കിൽ ആ കുണ്ടലിനിയുടെ ഒരു എവൈക്കനിങ്ങിന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ടാകും മെഡിറ്റേഷനിൽ കൂടെ. ആസ്ട്രോ ട്രാവൽ എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വിഷൻസ് ആൻഡ് ദിസ് ദാറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ടൊരു 5-6-4 മാസം മുമ്പ് കുണ്ടലിനി അവേക്കനിങ്ങും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എനിക്ക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എന്താ പറയുക, നമുക്കുണ്ടാകുന്ന കിട്ടുന്നൊരു ഗിഫ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. വി കനോട്ട് ഹോൾഡ് ദാറ്റ് അനുസരിച്ച് എനിക്കെല്ലാം ആയി എന്ന് പറഞ്ഞ് നമുക്കവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ദിസ് ഇസ് എ ഗിഫ്റ്റ്. ഓക്കെ, യു അക്സെപ്റ്റ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ കുണ്ടലിനി അനുഭവം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ, അല്ലെ എനിക്ക് അതുകൊണ്ട് വേറൊരാൾക്ക് വല്ല ഉപകാരമുണ്ടോ? ഇല്ല. ഇറ്റ്സ് യുവർ ഓൺ എക്സ്പീരിയൻസ്. ഇറ്റ്സ് യുവർ എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ ഒരു ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷന്റെ പാതയിൽ കിട്ടുന്ന ചില എക്സ്പീരിയൻസ്, ചില സമയത്ത് നമുക്കുണ്ടാകുന്ന ചില എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ നമ്മൾ അറിയും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു തലത്തിലോട്ട് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് ഉണ്ടാവും. നമ്മൾ കണ്ണടിച്ചിരുന്ന് നമ്മൾ മെഡിറ്റേഷനിലും ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ ആദ്യം ചിലപ്പം ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടായേക്കാം. ആ ഡിസ്റ്റർബൻസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഒരാളുണ്ടായിരുന്നു, ഞാൻ അതിന് മെഡിറ്റേഷൻ കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. പുള്ളിയോട് 10 മിനിറ്റ് ചെയ്യാൻ വന്ന പുള്ളിക്കാരത് അരമണിക്കൂർ ചെയ്തപ്പോൾ ആദ്യം കാണുന്ന പുള്ളി ഡെവിളിനെ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, ഇതൊക്കെ പുള്ളി കാണാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളല്ലേ പുറത്ത് വരുന്നത്. അത് ആ കൊച്ചിനത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോ പുള്ളിക്കാർക്ക് സ്റ്റോപ്പ് ചെയ്തു. സോ അതാ പറഞ്ഞത്, ഗൈഡൻസ് വേണം. വിത്തൗട്ട് ഗൈഡൻസ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. കാരണം അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമായിരുന്നെങ്കിൽ ആ കൊച്ചു പോകാൻ പറ്റിയാനെ. പക്ഷെ നിന്നില്ല, പേടിച്ചിട്ട് വെച്ച് നിന്നില്ല. ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്. കാരണം അവരറിയുന്നില്ലല്ലോ എന്താ സംഭവിക്കുന്നത്, അവരറിയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചോദിച്ചു വന്നതിന് കാര്യം എന്ന് വെച്ചാൽ ക്രിയായോഗ എന്ന് പറഞ്ഞ് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ഈ കുണ്ടലിനി അവേക്കനിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ചക്ര ആക്ടിവേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് പകരം മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അനുഭവത്തിലൂടെ മാത്രമേ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുള്ളൂ. കാരണം ഞാനത് എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ കൂടി ഞാനിതെല്ലാം അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം എനിക്ക് ക്ലിയർലി മനസ്സിലാവും വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഞാനിത് എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. കാരണം ഇത് വെച്ചിട്ട് ജനങ്ങളെ പറ്റിച്ച് മുതലെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതല്ല സ്പിരിച്വാലിറ്റി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്പിരിച്വാലിറ്റിയും തുടങ്ങി. നമ്മുടെ ആക്ച്വലി സ്പിരിച്വാലിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റല്ല ചെയ്യുന്നത്, നമ്മളെ ലൈഫിലോട്ട് കൂടുതൽ അടുപ്പിക്കുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫിയർഫുള്ളായിട്ട് ജീവിതത്തിൽ നിന്ന് നമ്മളെ ഫിയർലെസ് ആയി ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നു.
പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ നിന്ന് നമ്മളെ പ്രതീക്ഷിക്കാനുള്ള ഭാഗം കൊണ്ട് തരും. സ്പിരിച്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം വാട്ട് ഐ എക്സ്പീരിയൻസ്ഡ് ഈസ് ദാറ്റ് എല്ലാം എനിക്ക് നേടിത്തരിക ചെയ്തത്, എന്നിൽ നിന്ന് അകറ്റുകയല്ല ചെയ്തത്. സ്പിരിച്വാലിറ്റി എന്നെ എന്നിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. ആ എന്നിൽ ഞാൻ ജീവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയൊരു കോവറായിട്ടുള്ളൊരു സത്യം നമുക്ക് റിവീൽ ചെയ്ത് കൊടുക്കേണ്ടത്. സാധാരണ ഒരു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻട്രോവേർട്ട് ആകുകയാണ്. പിന്നെ ഒരു മകൻ്റെ സഹായം അല്ലെങ്കിൽ നമ്മുടെ ചില വ്യക്തികളുടെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഡിപ്രഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഇങ്ങനെ ഒരു സങ്കുചിത അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ഞാൻ അനുഭവിച്ചാണല്ലോ, ആ ഒരു ഫേസ് ഞാൻ അനുഭവിച്ചാണല്ലോ. അപ്പൊ എനിക്കറിയാൻ പറ്റും, ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ എത്ര സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നു, എനിക്കറിയാം എന്റെ ഭർത്താവ് എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഐ നോ ദാറ്റ്, ഐ ക്യാൻ സീ ഹിം. ആവശ്യമില്ല, എനിക്ക് മനസ്സിലാകും. ഐ ക്യാൻ സീ ദാറ്റ്, ഐ ക്യാൻ ഹിയർ ഹിം, ഐ ക്യാൻ സീ ഹിം. സോ ഐ നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആത്മീയ സത്യങ്ങൾ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കേണ്ട ഒരു വ്യക്തിയെ ഇങ്ങനെ സംസാരിപ്പിക്കുമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു കൺസെപ്റ്റ് അല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ഞാൻ പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പറയുന്നത് 100% സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, ഈ സ്പിരിച്വാലിറ്റി എന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല. എന്നെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക ചെയ്തത്, ശരിക്കുള്ള ജീവിതം എന്താണെന്ന് എന്നെ കാണിച്ചു തന്നത് ഈ സ്പിരിച്വാലിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് എ സെപ്പറേറ്റ് തിങ്. ഇറ്റ്സ് നോട്ട് എനിക്ക് വലിയ കൊമ്പുണ്ടെന്നോ, അല്ലെ ഞാൻ അങ്ങനെ ചെയ്തതെന്നോ, ഞാൻ ഇങ്ങനെ ചെയ്തത്, അല്ലെ ഞാൻ ഭക്ഷണം ഇത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഞാൻ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. I go for gym, I go for walk, I go for movies, I watch everything. And you have non-veg food എല്ലാം കഴിക്കും ഞാൻ, എവറിത്തിങ് ആയിട്ട് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇതുകൊണ്ടൊക്കെ എനിക്ക് കിട്ടുന്നതിന് മാറുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, സ്പിരിച്വാലിറ്റി എന്നെ മാറ്റുകയല്ല ചെയ്തത്, എന്നെ എന്നിലേക്ക് ഫ്രീഡം തന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലൈഫ് ആസ്വദിക്കുന്നു, അതിൽ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോകും. 100%. നമ്മൾ ആരും ഡിപ്പെൻഡന്റ് അല്ല, ആ ഒരു ഞാനും കർത്താവ് ഒന്ന് എന്നുള്ളൊരു തലത്തിലോട്ട് ഞാൻ എത്തി. ഞാനും കർത്താവ് ഒന്ന്, ഹീ ഈസ് ലീഡിങ് മീ. ഞാൻ എവിടെ പോകണമെന്ന് കർത്താവ് തീരുമാനിക്കുന്നു. അഥവാ ഞാൻ വേറെ എന്തെങ്കിലും തീരുമാനിച്ചാൽ തന്നെ അത് മാറിപ്പോകും. സോ ഐ നോ ദാറ്റ്. സോ ഐ ഡോണ്ട് ടേക്ക് മച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഞാനൊന്നും അങ്ങനെ ഇതാക്കാറില്ല, പ്ലാൻ ചെയ്യാറില്ല മച്ച്. ഹീ ടേക്സ് മീ വേറെ ടു ഗോ, വേറെ ടു സ്റ്റേ, വേറെ എവിടെ ഞാൻ പോകണം. എൻ്റെ ഓരോ കാൽപാദങ്ങളും, ഒരു കാല് എൻ്റെതാണെങ്കിൽ ഒരു കാല് കർത്താവിൻ്റെതാണ്. സോ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ആത്മസാക്ഷാത്കാരം നമ്മുടെ ലൈഫിനകത്ത് വന്നു, നമ്മളത് റിയലൈസ് ചെയ്തു, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ജീസസ് എന്താണോ അഡ്വൈസ് ചെയ്തത് അതേ ഒരു ലൈഫാണ് ഇപ്പോൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബൈബിൾ പറയുന്ന ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിനകത്ത് പോകുന്നുണ്ട്. അതാണ് നയിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബൈബിൾ അങ്ങനെ വായിക്കാറില്ല, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ വായിക്കാറില്ല. പക്ഷേ എനിക്ക് ഈ ഡെയിലി മന്നെ എഴുതാൻ കിട്ടുന്ന ഓരോരോ എവിടെയാണ് ഇതെവിടെയാണ് മാർത്തി പറഞ്ഞ എന്നാ സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഐ ഡോണ്ട് നോ, ബട്ട് എനിക്ക് കിട്ടുന്നു, എനിക്ക് എഴുതാൻ പറ്റുന്നു. ഞാനത് ഒന്ന് രണ്ടെണ്ണം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു 5-6 PhD ഉള്ള ഒരു മെത്രാനോ ഒക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഡപ്തിൽ ആത്മീയ അർത്ഥങ്ങൾ അതിനകത്തൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർഡിനറി പേഴ്സൺ കനോട്ട് ഗെറ്റ് ദാറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അഹങ്കാരം എനിക്കില്ല. ഇല്ല, കാരണം എനിക്കത് കിട്ടുന്നു, ഞാൻ എഴുതുന്നു, എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. അത് ഒരു 10,000-3000 പേർക്ക് ഐ തിങ്ക് സോ ഇപ്പോൾ പോകുന്നുണ്ട്. ഞാൻ അറിയാതെ തന്നെ കാറ്റ് വരുന്ന എവിടുന്ന് പോകുന്ന ഇവിടുന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ മന്ന ഇവിടുന്ന് വരുന്നു എന്ന് അറിയാം, പക്ഷെ അതെങ്ങോട്ട് പോകുന്നു സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തുന്നുണ്ട്, ഒരുപാട് ഇത് വരുന്നുണ്ട്, എനിക്ക് റിപ്ലേസിങ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അതിപ്പോൾ അവരത് സ്വീകരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദം. പക്ഷേ തന്നിലോട്ട് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഒന്നും കിട്ടിയാൽ ജസ്റ്റ് വെറുതെ വായിച്ചിട്ട് വിടുകയാണെങ്കിൽ അതങ്ങനെയൊക്കെ പോകത്തുള്ളൂ. ബട്ട് എന്തായാലും കർത്താവ് നയിക്കുന്നു. എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഇത് കിട്ടുമ്പോൾ അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതുവരെ ഈ ഒരു ഭക്ഷണം, ഈ മന്ന ഞാൻ കൊടുത്തോണ്ടേയിരിക്കും. മന്നയ്ക്കും ഒരു കാലാവധി ഉണ്ട്. അതെ, മന്നയ്ക്ക് ഒരു കാലാവധി ഉണ്ട്. അത് അത്ര വരെ ഉണ്ടാവുള്ളൂ. സാധാരണ പറയുന്നത് എന്ന് വരെ എനിക്കത് കിട്ടുന്നു, ഐ വിൽ ഷെയർ ഇറ്റ്. അതിപ്പോൾ മാസ്റ്റർ പ്രൊജക്ഷനിൽ പോയി ചന്ദ്രനിൽ പറഞ്ഞിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് എന്ത് വേണം? യെസ്, എന്ത് വേണം. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് ഇതുണ്ടായി, കുണ്ടലിനി അവേക്കണിങ് ഉണ്ടായി. അത് കുറച്ച് അത് ഭയങ്കര ഇതായിരുന്നു, എക്സ്ട്രീം ആയിരുന്നു. ഐ സഫർഡ് എ ലോട്ട്. ഓക്കെ, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മീ. അതുണ്ടായിരുന്നു, അതൊരു എക്സ്പീരിയൻസ് കേം ആൻഡ് ഗോൺ. നെക്സ്റ്റ് ഗോ ഫോർവേഡ്. എല്ലാവരും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, സ്പിരിച്വൽ പാത്തിലൂടെ പോകണം എന്ന് ആഗ്രഹമുള്ളവർ മെഡിറ്റേറ്റ് ചെയ്യാറില്ലാതെ വേറെ ഒരു വഴിയില്ല ഈ സത്യത്തെ അറിയാൻ. അപ്പോൾ എനിക്ക് അച്ഛനോടും പറയാനുള്ള ഇതാണ്, ഏതായാലും ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് മെഡിറ്റേഷൻ എന്നുള്ള ഒരു പരിപാടി ഈ
ഇതിലും കൂടെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെച്ച് പഠിപ്പിക്കുക എല്ലാവരും. ഓക്കെ, ഞാൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊരു ബ്ലിസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്ലിസ് ഡിജിറ്റൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ അത് ഇൻ പേഴ്സൺ എൻ്റെ അടുത്ത് പേഴ്സണലി വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ തങ്കം 2 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമുക്കിത് കുറച്ച് പബ്ലിക്ലി അങ്ങോട്ട് ഓപ്പൺ ആക്കാം. നമ്മൾ ഗുരുവിനെ തേടുന്ന ഇവിടെ ആയിരിക്കണം, അല്ലാണ്ട് വേറൊരു വ്യക്തിയിലായിരിക്കും. വ്യക്തിയിൽ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആ വ്യക്തിയിൽ തന്നെ നിൽക്കും. കുറച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ ആഗ്രഹം ഇതുണ്ട്. അപ്പോൾ അതിനൊരു പുഷ് വേണം. അതിന് വീണയുടെ പേഴ്സൺ. അതിന് ശേഷം നമ്മുടെ സ്വന്തമുള്ള ഗുരു നമ്മുടെ അകത്തുണ്ട്. ആ ഗുരുവിനെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യാം. ആ ഡേറ്റ് തൊട്ട് നമുക്ക് ഒരു ഒഫീഷ്യലി ആ ഒരു പ്രോഗ്രാം തുടങ്ങാം. അതിനകത്ത് മെയിനായിട്ടുള്ള ചുക്കാൻ പിടിക്കുന്നത് ചിലപ്പോൾ തങ്കമായിരിക്കും. കാരണം എനിക്ക് കുറച്ച് ടൈം ലിമിറ്റേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ ബി ദർ, ബട്ട് അലോങ് വിത്ത് മീ യു പ്ലീസ് ലീഡ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വേ ആക്ച്വലി ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരാളെ മെഡിറ്റേഷൻ പറയുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പിള്ളേരോട് ഓറിറ്റീസ് പഠിപ്പിച്ചിട്ട് അവർ കണ്ണടിച്ചിട്ട് അവരിലോട്ട് വിടുക, അവരിലോട്ട് തന്നെ വിടുക ചെയ്യട്ടെ. അല്ല പിന്നെ അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. സോ ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് തിങ് വെൻ ഐ ഡു. എനിക്ക് താല്പര്യം വെച്ചാൽ ഓരോരുത്തരും പേഴ്സണലി ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യമുള്ളത്. ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗീവ് മൈ നമ്പർ ടു ദം, ഐ ക്യാൻ ടോക്ക് ടു ദം, ഐ ക്യാൻ ഗൈഡ് ദം പേഴ്സണലി. അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോം തുറന്നിട്ട് let them come. People let them come. I can also join you. You start, I can also join you. That's all. So അവർക്ക് പേഴ്സണലി ഗൈഡൻസ് ആവശ്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേഴ്സണലി അവർക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള പേഴ്സണൽ അസിസ്റ്റൻസ് കൊടുക്കാം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അറിയാവുന്നത് ഐ ക്യാൻ ഗൈഡ്. ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ. ഓക്കെ, യാ, അപ്പോൾ ഇത്രയും സമയം ഒരുമിച്ച് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി, കുറച്ച് ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റി. സോ ഇത് ഇവിടെ തീരുന്നില്ല, നമുക്ക് ഇത് തുടരാം. It will flow. Let the river flow. Okay. Yeah, thank you. Thank you.